ജയ് ശ്രീറാം. എല്ലാ ഭക്തജനങ്ങൾക്ക് സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. രാമായണം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക മാസത്തോടനുബന്ധിച്ച് നമുക്ക് ചർച്ച തുടരാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു ഗുരുപ്രണാമ മന്ത്രങ്ങൾ ഉരുവിടാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനോതാം तं तं സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമദായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാസവാനവേ ദേവി ദേവായ കൃപാപ്രിയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി ഗൗരവ മാധുര്യോജ്വല പ്രേമാഢ്യാ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിധവ സിദ്ധാന്തഗ്രന്ഥഹാര. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഭൂപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സരദോ പങ്കോർമമ മന്ദമതേർഗതി ജയതാം സരദോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വ പാദാംബോജോ രാധാമദനമോഹോ ദിവ്യദ്വന്ദ്ാരണ്യകൽപപ്രമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവ പൃഷ്ഠാരഭ്യ സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭീ വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപീർഗോപീനാഥസേസ്തന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തർ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തർ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ.
Ugam karoti vachalam pangam langaiti yatkripatam Shri Gurum Dinatarinam Paramanandam Madhavam Shri Chaitanya Nisham Hari Om Tat Sat. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ഒരു സംഭവം കാണിക്കാം. ക്ഷമിക്കുന്നിടയ്ക്ക് ലൈവ് കട്ടായി. ఈ భూమి మీద ధర్మాన్ని എല്ലാവരും കാണുക കേട്ടോ. സിനിമ കണ്ടവർക്ക് അതിലെ സീൻസ് മനസ്സിലാവും അല്ലേ? നല്ല രസമാണ്. ഒന്നുകൂടെ കണ്ടാലോ? എല്ലാ സീനുകളും ചില മെയിൻ സീൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നുകൂടെ നോക്കാം.
This is the world's first reusable cotton swab. It can remove up to 10 times more earwax. Latest studies show... ഹരേ കൃഷ്ണ. ഞാൻ അതിൽ എന്തെങ്കിലും പാട്ടുകളുണ്ടോ എന്നിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. വളരെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ അതിലുണ്ട്. പക്ഷേ ഇത് നമുക്ക് നെറ്റിലങ്ങനെ കാണാനില്ല. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ചർച്ച തുടരാം. രാമ 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 രാമ
രാമ രാമ രാമ രാമ രാമ രാമ രാമ കൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ രാമ 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 കൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ ഗോപീനാഥ രമണ ശ്രീനിവാസ വാസുദേവ രാമ 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 രാമ. നമുക്കത് ചർച്ച തുടരാം. ദശരഥ മഹാരാജാവ് സുമന്ത്രനോട് വിശദമായിട്ട് ചോദിക്കുകയാണ് തിരിച്ചു വരുന്ന സമയത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പഠിച്ചു. 3 ദിവസത്തോളം സുമന്ത്രൻ ഗുഹൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സുമന്ത്രൻ വിചാരിച്ചു ഭഗവാൻ തിരിച്ച് സുമന്ത്രനോടൊപ്പം വരുമെന്ന്. പക്ഷേ ഭഗവാൻ വന്നില്ല. കുതിരകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും കുതിരകളും മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. അങ്ങനെ ഒരുവിധം സുമന്ത്രൻ എത്തുകയാണ് അയോധ്യയിൽ. കുറച്ചു നേരം സുമന്ത്രന് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. സുമന്ത്രനുള്ളിലുള്ള ആ വിഷമത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കാം. അവസാനം കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകളെക്കുറിച്ച് പറയാം. അദ്ദേഹം രാജ്യത്തിൽ പ്രവേശിച്ചപ്പോൾ എല്ലായിടത്തും ദുഃഖം മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാവരും രാമൻ്റെ വിരഹത്തിലിരിക്കുകയായിരുന്നു. മരങ്ങൾ പോലും ഉണങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ഭഗവാന്റെ അഭാവത്തിൽ നല്ല പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ മരം പെട്ടെന്ന് ഉണങ്ങി നശിച്ചു. നദികളൊക്കെ വറ്റിപ്പോയി. ജീവജാലങ്ങൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവർ സ്തംഭിച്ചിരിക്കുകയാണ്. അവരവരുടെ ഭക്ഷണത്തിനെ പോലും അന്വേഷിച്ച് പോകാറില്ല. ആ ഉദ്യാനങ്ങളിലൊക്കെ എപ്പോഴും പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്ന, പക്ഷേ ഒരു ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ശാന്തതയായിരുന്നു. അവിടെ നിന്നും പുഷ്പങ്ങളുടെ സുഗന്ധം പോലും വരുന്നില്ലായിരുന്നു. എല്ലാ ഉദ്യാനങ്ങളും വളരെ വിജനമായിട്ടിരിക്കുന്നു. അയോധ്യയിൽ തിരിച്ചെത്തിയപ്പം ആരും അദ്ദേഹത്തെ നമസ്കരിച്ചില്ല. എല്ലാ സ്ഥലങ്ങളിലും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം രാമനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. രഥം റിക്തമായിട്ടിരുന്നത് കണ്ടിട്ട് എല്ലാവരും ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. മൃഗങ്ങൾക്ക് വരെ വളരെ ദയനീയ ഒരു ഭാവം വന്നു രഥത്തിൽ രാമനെ കാണാതായപ്പോൾ. ഓരോ അവരവരുടെ മന്ദിരങ്ങളുടെ മുകളിൽ നിന്നും സ്ത്രീജനങ്ങൾ ഒരു വിഷാദഭാവത്തിൽ എന്നെ നോക്കുകയെന്ന് പറഞ്ഞു. അവരുടെ കണ്ണൊക്കെ കണ്ണുനീരുകൾ കൊണ്ട് നിറഞ്ഞു. രാജ്യത്തിൽ നിന്നുള്ള എല്ലാ സുഖവും രാമനോടൊപ്പം പോയതുപോലെ തോന്നുന്നു. എല്ലാവരും കൗസല്യാദേവിയുടെ അതേ ഭാവത്തിൽ ഇരിക്കാൻ പറഞ്ഞു. ഇത് സുമന്ത്രൻ പറഞ്ഞതിന് ശേഷം ദശരഥ മഹാരാജാവ് കൂടുതൽ ആശങ്ക വർദ്ധിച്ചു. ഒരുപാട് പശ്ചാത്താപം തോന്നുന്നു. ദശരഥ മഹാരാജാവ് ചിന്തിക്കുകയാണ്, രാമനെ എങ്ങനെ ഞാൻ അനുവദിച്ചു പോകാനായിട്ട്? എന്തുകൊണ്ട് കൈകേയിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തില്ല? അദ്ദേഹം വിചാരിച്ചു, എത്ര മൂഢനാണ് ഞാൻ എൻ്റെ ധർമ്മത്തിൽ ആസക്തനാണ്. പക്ഷേ എൻ്റെ മകനെ എൻ്റെ ധർമ്മത്തിന് വേണ്ടി വിട്ടു. അത് ഏറ്റവും വലിയ അധർമ്മമായി മാറിയിരിക്കുകയാണ്. രാമനെ വനവാസത്തിൽ അയച്ചതുകൊണ്ട് എന്ത് സത്യസന്ധത അല്ലെങ്കിൽ എന്ത് ധർമ്മമാണ് ഞാൻ പാലിക്കുന്നത്? വളരെ ദയനീയ സ്വരത്തിൽ ദശരഥ മഹാരാജ പറയുന്നു.
എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ ആസക്തി കൊണ്ട് മാത്രമാണ് ഞാൻ രാമനെ വനവാസത്തിൽ അയച്ചത്. മന്ത്രിമാരോട് ആരോടും ഞാൻ ചോദിച്ചില്ല. കൈകി പറഞ്ഞതോട് ഉടൻ തന്നെ ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തി. ദശരഥ മഹാരാജു ചിന്തിക്കുകയായിരുന്നു, സാധാരണ ഏതൊരു തീരുമാനം എടുത്താലും എപ്പോഴും മന്ത്രിമാരോട് ചോദിച്ചിട്ടാണ്. ഇപ്പോൾ എൻ്റെ ആ വിവേചന ബുദ്ധി എവിടെ നഷ്ടപ്പെട്ടു? തീർച്ചയായിട്ടും നമ്മുടെ ഈ കുലത്തിൻ്റെ നാശത്തിന് വേണ്ടി തന്നെയായിരിക്കും ഈ ഒരു വിപത്ത് വന്നിരിക്കുന്നത്. വിധിയുടെ ആ ഒരു കയ്യിൽ നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ഓർത്ത് ദശരഥ മഹാരാജ കൂടുതൽ ദുഃഖിച്ചു. സുമന്ത്രനെ നോക്കിയിട്ട് ദശരഥ മഹാരാജ് പറഞ്ഞു, സാരഥി, ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ രാമൻ്റെ അടുത്തേക്ക് എത്തിക്കൂ. എനിക്ക് രാമനിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്നും രാജാവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ആരെങ്കിലും പോയി എൻ്റെ രാമനെ തിരിച്ചു കൊണ്ടുവരും. രാമനില്ലാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാൻ താല്പര്യമില്ല. നല്ല സുന്ദരമായിട്ടുള്ള മുഖമുള്ള രാമൻ എവിടെയാണ്? ആ മഹാശക്തനായിട്ടുള്ള എൻ്റെ ഒരു യോദ്ധാവായ എൻ്റെ മകൻ ഒരുപാട് ദൂരെ അകലെ പോയിരിക്കുകയാണ്. എനിക്കൊരു രഥം കൊണ്ടുവരൂ. ഞാൻ എത്രയും പെട്ടെന്ന് രാമൻ്റെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. രാമനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ മരിക്കുന്നതായിരിക്കും. കാരണം ദശരഥ മഹാരാജ് ഇത്രയും നേരവും ആ പ്രാണനെ പിടിച്ചു നിർത്തിയത് ഇനിയെങ്കിലും രാമൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷെ രാമൻ ഇനി 14 വർഷം വരെ തിരിച്ചെത്തത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉള്ളിലെ ആ ഒരു ദുഃഖമെല്ലാം ശക്തമായിട്ട് വന്നു. ദശരഥ മഹാരാജ് കരഞ്ഞു, രാമ, ലക്ഷ്മണ, സീതേ, നിങ്ങളെ കാണാതിരിക്കുന്ന ഈ ദുഃഖത്തെക്കാട്ടിയും വലിയ ദുഃഖമുണ്ടോ? ആ വിരഹം കാരണം ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് ദശരഥ മഹാരാജാവ് ബോധം കെട്ട് വീഴുകയാണ്. ഇതേ സമയത്ത് കൗസല്യാദേവി തറയിൽ വീഴുകയാണ്. ഏതോ ഒരു ബാധ കയറിയതുപോലെ പെട്ടെന്ന് വീഴുകയാണ്. സുമന്ത്രനെ കണ്ടുകൊണ്ട് ദേവി പറയാണ്, സാരഥി, എത്രയും പെട്ടെന്ന് രഥം തയ്യാറാക്കൂ, എന്നെ രാമൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. രാമനില്ലാതെ എനിക്ക് ഒരിക്കലും കഴിയില്ല. എൻ്റെ മകനിപ്പോൾ എവിടെയാണ്? വെറും തറയിൽ കൈ മാത്രം തലയിൽ വെച്ചുകൊണ്ട് ആ കുട്ടി കിടക്കുകയാണ്. അവൻ്റെ ആ സുന്ദരമായിട്ടുള്ള കേശമുള്ള മുഖം എന്നാണ് എനിക്ക് കാണാൻ കഴിയുക? എനിക്ക് തോന്നുന്നു എൻ്റെ ഹൃദയം വജ്രതുല്യമാണ്. അല്ലെങ്കിൽ രാമനെ കാണാത്തതുകൊണ്ട് എന്തുകൊണ്ട് എൻ്റെ ഹൃദയം തകർന്നു പോകുന്നില്ല? സുമന്ത്രൻ ഇതിനോടടക്കം തന്നെ ദുഃഖത്തിലാണ്. പക്ഷേ കൗസല്യാദേവിയുടെയും ദശരഥ മഹാരാജാവിൻ്റെയും ദുഃഖം കണ്ട് കൂടുതൽ ദുഃഖിതനാവുകയാണ്. പല രീതിയിലും കൗസല്യാദേവി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കൗസല്യാദേവി ആശ്വസിപ്പിക്കാൻ സുമന്ത്രൻ പറയുകയാണ്, ദേവി, എനിക്ക് തോന്നുന്നു അവിടുത്തെ മകൻ വളരെ സന്തോഷത്തിലാണ് വനത്തിൽ. ലക്ഷ്മണനും സീതയും അടുത്തുണ്ടല്ലോ. ഇങ്ങനൊരു തപസ്യ ജീവിതം നയിക്കുന്നതിൽ അദ്ദേഹത്തിനൊരു വിഷമം തോന്നുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അവരുടെ ദുഃഖമെല്ലാം മാറി അവർ വളരെയധികം സന്തോഷത്തിലാണ് വനത്തിൽ കഴിയുന്നത്. സീതാദേവി വളരെയധികം സന്തോഷവതിയാണ്. കാരണം ആ വനത്തിൻ്റെ ആ ഭംഗിയൊക്കെ കാണാൻ പറ്റുമല്ലോ. പക്ഷേ സുമന്ത്രൻ്റെ ഈ വാക്കുകളൊന്നും കൗസല്യാദേവി തൃപ്തിപ്പെടുത്തുന്നില്ല. ദശരഥ മഹാരാജാവിനെ നോക്കി ദുഃഖത്താൽ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി. സ്വാമി, അങ്ങ് ത്രിലോകങ്ങളിലും കാരുണ്യത്തിനും അനുകമ്പയ്ക്കും അറിയുന്ന വ്യക്തിയാണ്. എന്നിട്ടും ഒരു കുറ്റവും ചെയ്യാത്ത അങ്ങയുടെ മകനെ അങ്ങ് രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. ആ പിഞ്ചു കുമാരന്മാർ അവരെപ്പോഴും ഈ അയോധ്യയിലെ ആർഭാടത്തിൽ ജീവിച്ചവർ ഇവരെങ്ങനെയാണ് വനത്തിൻ്റെ ഈ കാഠിന്യത സ്വീകരിക്കാൻ കഴിയുന്നത്? ഇത്രയും നിഷ്കളങ്കയും വളരെയധികം ദുർബലയായ സീത വെറും
നമ്മുടെ കുട്ടിയാണ്. 16 വർഷം, 16 വയസ്സ് മാത്രമേ ആ കുഞ്ഞിന് പ്രായമുള്ളൂ. എന്നാൽ ഈ കാട്ടിൻ്റെ ആ ഒരു ഇത്രയും കാഠിന്യത എങ്ങനെ സഹിക്കാനാണ്? സീതയ്ക്ക് എപ്പോഴും ഏറ്റവും ഉത്തമ ഭക്ഷണമായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ഈ ഫലമൂലാദികൾ കഴിച്ചിട്ട് എങ്ങനെയാണ് സീത ജീവിക്കുക? ആ സിംഹത്തിൻ്റെയും പുലികളുടെയൊക്കെ ഗർജന കേട്ടിട്ട് എങ്ങനെ ഭയപ്പെടാതിരിക്കും സീത? ഇതൊക്കെ ഓർത്ത് കൗസല്യാദേവിക്ക് കൂടുതൽ ദേഷ്യം വർദ്ധിച്ചു. കണ്ണൊക്കെ ചുമന്നു. ദേവിയുടെ ദേഹത്ത് ഉള്ള അലങ്കാരങ്ങളൊക്കെ ആ കണ്ണീരിൽ ഒഴുകി വീഴുകയായിരുന്നു. ദശരഥ മഹാരാജാൻ്റെ ക്രൂരതയെ കുറിച്ച് ദേവി ദേഷ്യത്തോടുകൂടി പറയാൻ തുടങ്ങി. രാമൻ ഈ രാജ്യത്തിലിരിക്കാൻ അർഹനായിരുന്നു. ആ അവകാശത്തെ അങ്ങ് രാമനിൽ നിന്ന് അകറ്റി. രാമൻ തിരിച്ചു വന്നാൽ പോലും ഈ രാജ്യം രാമൻ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് അവൻ്റെ ഇളയ സഹോദരൻ ഭരിച്ച ആ ഒരു രാജ്യം രാമൻ ഒരിക്കലും സ്വീകരിക്കത്തില്ല. കൗസല്യാദേവി പൂർണ്ണമായിട്ടും രാമനെക്കുറിച്ചുള്ള ചിന്തയിൽ മഗ്നയായി ഒരുപാട് കരയാൻ തുടങ്ങി. ദേവി വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്, ദശരഥ മഹാരാജ് എങ്ങനെയാണ് ഇത്രയും ഒരു ക്രൂര പ്രവൃത്തി ചെയ്തത്? വീണ്ടും വീണ്ടും ദേവി രാജാവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. സ്വന്തം അച്ഛൻ തന്നെ രാമൻ്റെ ജീവിതം നശിപ്പിച്ചു. ഇനി അങ്ങേക്ക് ശരിയും തെറ്റും വേർതിരിച്ച് അറിയാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്രയം ആ സ്ത്രീയുടെ ഭർത്താവാണ്. രണ്ടാമത്തെ ആശ്രയം മകനാണ്. അതുകൊണ്ട് രാമനെ പോലെ എനിക്കുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ മകനും എന്നിൽ നിന്ന് ദൂരെയാണ്. ഈ ഒരു രാജ്യം മുഴുവൻ അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ പ്രജകളെയും അങ്ങ് നശിപ്പിച്ചു. വെറും കൈകേയിക്കും കൈകയുടെ മകനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി. കൗസല്യാദേവി ഇത്രയും പറഞ്ഞിട്ട് ശാന്തയായി. എന്നിട്ട് തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദശരഥ മഹാരാജാവ് ഇതിനോടകം ദുഃഖത്തിലാണ്. ഈ കൗസല്യാദേവി എന്നുള്ള ഈ വാക്കുകൾ കേട്ടപ്പം കൂടുതൽ ദുഃഖത്തിലായി. എന്നിട്ട് പറഞ്ഞു, രാമ രാമ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനൊന്നും പറയാനാവുന്നില്ല. എങ്ങനെയൊക്കെയോ സുബോധം വീണ്ടെടുത്തു. കൗസല്യയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ്. എന്നിട്ട് തൊണ്ടയിടറിക്കൊണ്ട് പറയുകയാണ്, തലകുനിച്ച്, എന്നോട് കാരുണ്യം കാണിക്കണം ദേവി. നീ നിൻ്റെ ശത്രുക്കളോട് പോലും കാരുണ്യം കാണിക്കുന്നതാണ്. പിന്നെ എന്നോട് എന്താണ് നീ കാരുണ്യം കാണിക്കാത്തത്? ഏത് വിപത്തിലും ഭാര്യ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ നിൽക്കേണ്ടതാണ്. ഞാൻ ഇത്രയും ദുഃഖത്തിലാണെന്ന് ദേവിക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാണ് എന്നെ കൂടുതൽ ദുഃഖത്തിലാക്കുന്നത്? ഇത് കേട്ടപ്പം കൗസല്യാദേവിക്ക് വിഷമായി. ദശരഥ മഹാരാജൻ്റെ കൈ പിടിച്ച് എന്നിട്ട് ദേവി തല കുനിച്ചു. ദശരഥ മഹാരാജൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ശരിക്കും എൻ്റെ ജീവിതം തകർന്നിരിക്കുകയാണ്. കാരണം സ്വന്തം ഭർത്താവിനെ കുറിച്ചാണ് ഞാൻ കുറ്റം പറഞ്ഞത്. അങ്ങ് എന്നെ ശിക്ഷിക്കാൻ, അങ്ങയുടെ ശിക്ഷ സ്വീകരിക്കാൻ ഞാൻ അർഹയാണ്. ഏത് സ്ത്രീയാണോ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത്, ഭർത്താവിനെക്കുറിച്ച് വളരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്, അവൾ തീർച്ചയായിട്ടും ശിക്ഷയ്ക്ക് അർഹയാണ്. അന്നേരം സത്യമായ കൗസല്യാദേവിയുടെ ആ സ്വബോധം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ത് പറയണം എന്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല. ദേവിയുടെ മനസ്സ് എല്ലാ സമനിലയും തെറ്റി തുടങ്ങുകയാണ്. ദേവിയുടെ ഉള്ളിലെ ആ ദുഃഖം, നിരാശ, ക്രോധം, രാമനെ നഷ്ടപ്പെട്ടിട്ടുള്ള അതെല്ലാം ഇങ്ങനെ ഉള്ളിൽ ശക്തമായിട്ട് വരികയാണ്. പിന്നെ ദശരഥ മഹാരാജാവിനെ വിഷമിപ്പിച്ചു. ഇതെല്ലാം ഓർത്ത് ദേവി വളരെയധികം ദുഃഖിതയാണ്. ദേവി പറയാണ്, എന്നോട് ക്ഷമിക്കണം സ്വാമി. ദുഃഖം കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ.
ദുഃഖം എല്ലാ സമാധാനത്തിനെയും കെടുത്തും, അറിവിനെയും എല്ലാ സ്വഭാവത്തെയും കെടുത്തും. ദുഃഖത്തെ പോലെ ഒരു ശത്രു ഈ ലോകത്ത് വേറെയില്ല. ശത്രുവിൽ നിന്നുള്ള ഒരു അടി നമുക്ക് സഹിക്കാൻ പറ്റും, പക്ഷെ ചെറിയൊരു ദുഃഖം പോലും സഹിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. രാമൻ പോയിട്ട് ഇന്ന് 5 രാത്രികൾ കഴിഞ്ഞു. ഈ 5 രാത്രികളും 5 വർഷങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാമനെക്കുറിച്ച് ഓർക്കും തോറും ഞാൻ വലിയൊരു ദുഃഖസമുദ്രത്തിൽ മുങ്ങിപ്പോവുകയാണ്. അങ്ങനെ കൗസല്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സൂര്യൻ അസ്തമിക്കുകയാണ്. ദശരഥ മഹാരാജാവിനെ കുറിച്ച് സമാധാനിപ്പിച്ചു കൗസല്യാദേവി. അങ്ങനെ അദ്ദേഹം ദശരഥ മഹാരാജ് ഉറങ്ങാൻ പോവുകയാണ്. കാരണം അത്രയ്ക്ക് ഉറക്കം വരുന്നില്ല, പക്ഷെ കരഞ്ഞ് തളർന്ന് ഉറങ്ങുകയാണ്. ഉണർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ യൗവനകാലത്തിൽ ചെയ്ത ഒരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്, ആ ഒരു പ്രവൃത്തിയായിരിക്കാം എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് ദശരഥ മഹാരാജ് ചിന്തിക്കുകയാണ്. അതിനെക്കുറിച്ച് കൗസല്യാദേവിയോട് പറയുകയാണ്. ദശരഥ മഹാരാജ് പറഞ്ഞു, നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇപ്പോഴത്തെ ലാഭത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾ വലിയ മൂഢന്മാരാണ്. എന്നിട്ട് പറയുകയാണ്, നല്ല മാമ്പഴം വരുന്ന ആ ഒരു മാവിൻ്റെ തൈ, അതിൻ്റെ വലിയ മരത്തെ മുറിച്ചിട്ട് അവിടെ കയ്പുള്ള ഒരു പഴത്തിൻ്റെ തൈ നടുന്നതുപോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. രാമനെ പോലെ ഇത്രയും വലിയൊരു സൗഭാഗ്യത്തെ അകറ്റിയിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള സിദ്ധാന്തങ്ങളെ ഉറപ്പിക്കാൻ ശ്രമിച്ചു. ദശരഥ മഹാരാജാവിൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം സ്വയത്തെ എങ്ങനെയൊക്കെയോ നിയന്ത്രിച്ചു. അദ്ദേഹം പറഞ്ഞു, വിവാഹത്തിന് മുമ്പായിട്ട് ഞാൻ യൗവനാവസ്ഥയിലായിരുന്നപ്പോൾ നായട്ടിനായിട്ട് കാട്ടിൽ പോയിരുന്നു. ആയുധന കലകളിൽ നല്ല മികവ് നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലക്ഷ്യത്തെ കാണാതെ തന്നെ എനിക്ക് ആ ലക്ഷ്യത്തെ ഭേദിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചിരുന്ന ഈ ഒരു കഴിവ് തന്നെ എൻ്റെ നാശത്തിൻ്റെ വിത്തിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മഴക്കാലമായിരുന്നു, നദികളെല്ലാം തുളുമ്പി ഒഴുകുകയായിരുന്നു. രാത്രിയിൽ ഞാൻ രഥത്തിൽ നായാട്ടിനായിട്ട് പോയി. സരയൂ നദിയുടെ തീരത്തായിട്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും ആനയോ വന്യമൃഗങ്ങളോ ആരെങ്കിലും വരുമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഏതോ ഒരു ജീവി ജലം കുടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം എവിടെന്നാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അത് ഏത് ജീവിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആ ശബ്ദം കേട്ടിട്ട് ഏതോ ഒരു മൃഗമാണെന്നാണ് എനിക്ക് തോന്നിയത്. ഉടൻ തന്നെ ഞാനൊരു അസ്ത്രം എടുത്തു, ആ ദിശയിലേക്ക് അയച്ചു. എന്നിട്ട് ആ ദിശയിൽ നിന്നും ഒരു മനുഷ്യൻ്റെ ശബ്ദം, നിലവിളി ശബ്ദമാണ് ഞാൻ കേട്ടത്. എന്നിട്ട് ഞാൻ കേട്ട കരച്ചിൽ ഇങ്ങനെയായിരുന്നു, ആരെയും ഉപദ്രവിക്കാത്ത ഒരു തപസ്വിയല്ലേ ഞാൻ, എനിക്കെതിരെ ആരാണ് ഈ ഒരു ക്രൂരപ്രവൃത്തി ചെയ്തത്? ഞാൻ ആരെ വേദനിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്? ഞാൻ വെറും ഫലമൂലാദികൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ മരിക്കാൻ പോവുകയാണ്. ഏത് മൂഢനായ വ്യക്തിയാണ് ഈ അസ്ത്രം അയച്ചത്? ഇത് തീർച്ചയായിട്ടും വലിയ പാപത്തിന് അർഹനാണ് അവൻ. എനിക്ക് എന്നെക്കുറിച്ച് ഓർത്ത് വിഷമമില്ല, പക്ഷെ എൻ്റെ അച്ഛനമ്മമാരെക്കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നത്. ഞാനില്ലാതെ അവരെങ്ങനെ ജീവിക്കും? ഈ ഒരൊറ്റ അസ്ത്രം കൊണ്ട് ആ മൂഢൻ എന്നെയും എൻ്റെ അച്ഛനെ അമ്മയും കൊന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ദശരഥ മഹാരാജ് കരയുകയാണ്.
ദശരഥ മഹാരാജ് പറയുന്ന ആ ശബ്ദം ഞാൻ കേട്ടപ്പോൾ എൻ്റെ എല്ലാ ബോധവും നഷ്ടപ്പെട്ടു. എൻ്റെ ആയുധങ്ങളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വീണു. എൻ്റെ ഉള്ളിൽ ദുഃഖം വർദ്ധിച്ചു. ഞാൻ ഭൂമിയിൽ വീണു. സ്വബോധം നഷ്ടപ്പെട്ടു. എങ്ങനെയൊക്കെയോ ഞാൻ കരച്ചിലിൻ്റെ ആ സ്രോതസ്സിൽ ആ കരച്ചിൽ വരുന്ന ദിശയിലേക്ക് പോയി. എൻ്റെ മനസ്സിന് ധൈര്യം വരുന്നില്ല അങ്ങോട്ട് പോകാൻ. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നദീതീരത്തായിട്ട് മരൗരിയും ധരിച്ചിരിക്കുന്ന ഒരു തപസ്വിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ നെഞ്ചത്താണ് ഈ അസ്ത്രം തുളച്ചു കയറിയത്. തറയിലുള്ള മണ്ണും പുരണ്ട് രക്തവും പുരണ്ട് രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജട ഉള്ള മുടിയൊക്കെ പാറിക്കിടക്കുകയാണ്. വെള്ളം കുടിക്കാനായിട്ട് അദ്ദേഹം സരയൂ നദീ തീരത്ത് വന്നതായിരുന്നു. ഞാൻ എന്നിട്ട് ആ കേട്ട ശബ്ദം അദ്ദേഹം ഒരു കുടത്തിൽ വെള്ളം ശേഖരിക്കുന്ന ശബ്ദമാണ്. അദ്ദേഹം എന്നെ കണ്ടു. രാജകീയ വേഷത്തിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് ചുമന്നു. ദേഷ്യത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്തു രാജാവേ? എനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ തരാൻ? ഞാൻ എൻ്റെ അന്ധരായ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി വെള്ളം ശേഖരിക്കാൻ വന്നതായിരുന്നു. ഞാനിവിടെ മരിക്കാൻ കിടക്കുന്നു. പക്ഷേ ഈ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ചിന്തിക്കുകയായിരിക്കും എൻ്റെ മകൻ എവിടെ പോയെന്ന്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർ വൃദ്ധരാണ്. അവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. അവർക്ക് അവരെ പോലും സഹായിക്കാൻ കഴിയില്ല. പിന്നെ എന്നെ എങ്ങനെയാണ് സഹായിക്കുന്നത്? അവരോട് എന്തായാലും നിങ്ങൾ മാപ്പ് ചോദിക്കണം. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവരുടെ മുമ്പിൽ പോകണം. എന്നിട്ട് നടന്ന സംഭവങ്ങൾ പറയണം. അപ്പോൾ ഈ ഒരു സംഭവം ആലോചിച്ചിട്ട് ദശരഥ മഹാരാജുവിൻ്റെ ഉള്ളിൽ ദുഃഖം, രാമനെക്കുറിച്ചുള്ള ദുഃഖം ഇനിയും വർദ്ധിച്ചു. വളരെയധികം ബുദ്ധിമുട്ടി അദ്ദേഹം പറയുകയാണ്, ആ യുവാവ് എന്നോട് ആ നെഞ്ചിൽ നിന്നുള്ള അസ്ത്രം ഊരിയെടുക്കാൻ പറഞ്ഞു. എനിക്കൊട്ടും ധൈര്യം വന്നില്ല. കാരണം ആ അസ്ത്രം ഊരിയാൽ ഉടൻ തന്നെ അദ്ദേഹം മരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ യുവാവ് പറഞ്ഞു, ഞാൻ മരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഊരിക്കോളം പറഞ്ഞു. അങ്ങനെ ഞാൻ ആ അസ്ത്രം ഊരിയെടുത്തു. അപ്പോൾ ആ നിമിഷം തന്നെ അച്ഛനമ്മമാരെക്കുറിച്ച് ആലോചിച്ച് ആ കുട്ടി മരിക്കുകയാണ്, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരനായ തപസ്വി എൻ്റെ മണ്ടത്തരം കാരണം മരിച്ചു എന്ന് കണ്ടപ്പോൾ ഇതിനെ എങ്ങനെ തിരുത്താമെന്നിങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ ഉടൻ തന്നെ ആ കുടത്തിൽ വെള്ളം ശേഖരിച്ചു. അച്ഛനമ്മമാർ താമസിക്കുന്ന ആ ദിശയിലേക്ക് പോവുകയാണ്. ഇവിടെ ആശ്രമത്തിൽ എത്തിയപ്പോൾ വൃദ്ധരായ അച്ഛനും അമ്മയും ഞാൻ കണ്ടു. ഞാൻ എത്തിയ ഉടൻ തന്നെ അച്ഛൻ പറയുകയാണ്, മോനെ വൈകിക്കാതെ പെട്ടെന്ന് വെള്ളം കൊണ്ടുവരൂ. നിൻ്റെ അമ്മ വളരെയധികം ദുഃഖിതയാണ്. നീ കുറേ നേരം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് നിന്നെ ആശ്രയിച്ചിട്ടല്ലേ. നീയല്ലാതെ നമുക്ക് ആരാണുള്ളത്? നീ തന്നെയാണ് നമ്മുടെ കണ്ണുകൾ. നീ എവിടെയാണ്? നീ എന്താ സംസാരിക്കാത്തത്? ദശരഥ മഹാരാജ് പറഞ്ഞു, എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെയോ തൊണ്ടയിടറിക്കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി ഞാൻ പറഞ്ഞു, മഹർഷേ, ഞാൻ അങ്ങയുടെ മകനല്ല. ഞാൻ ഒരു രാജകുമാരനാണ്. എൻ്റെ പേര് ദശരഥൻ എന്നാണ്. ഞാൻ വലിയൊരു ഹീനപ്രവൃത്തി ചെയ്തിരിക്കുകയാണ്. അങ്ങയുടെ മകൻ നദിയിൽ നിന്നും വെള്ളം കോരുന്ന ആ സമയത്ത് ഞാൻ വിചാരിച്ചു അതൊരു മൃഗമാണെന്ന്. അങ്ങനെ ആരാണെന്ന് കാണാതെ ഞാൻ ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രത്താൽ അങ്ങയുടെ മകൻ മരിച്ചിരിക്കുകയാണ്. എൻ്റെ ഈ പ്രവൃത്തി കാരണം അങ്ങയുടെ മകൻ ഇപ്പോൾ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് പറയൂ. ഇത് കേട്ടോണ്ട് തന്നെ ഈ ഋഷി ഒരുപാട് വലിയ തപസ്വിയാണ്, മഹാസിദ്ധനാണ്. ഒറ്റ നിമിഷം കൊണ്ട് ദശരഥ മഹാരാജാവിനെ ഭസ്മമാക്കാൻ കഴിയും. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ നിയന്ത്രിക്കുകയാണ്.
എന്നാൽ ഇത് നല്ലൊരു പോയിൻ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ സിദ്ധി കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച വരെ വീണ്ടെടുക്കാൻ പറ്റും. പക്ഷേ പണ്ടത്തെ ഋഷിമാർ, പണ്ടത്തെ ജനങ്ങൾ എത്രത്തോളം ആ പ്രകൃതിയുടെ നിയമങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ പഠിക്കുന്നു, അതിനനുസരിച്ച് ആ പ്രകൃതിയുടെ ഭഗവാന്റെ നിയോഗത്തെ സ്വീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ സിദ്ധി ഉപയോഗിച്ച് വേണമെങ്കിൽ അവരുടെ കാഴ്ചശക്തി വീണ്ടെടുക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുടെ സിദ്ധി ഉപയോഗിക്കാറില്ല. സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ആ സിദ്ധികൾ ഉപയോഗിക്കത്തില്ല. ഇവിടെ അദ്ദേഹം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദശരഥ മഹാരാജാവിനെ ഭസ്മമാക്കാൻ പറ്റും. ഒന്നാലോചിച്ച് നോക്കണം. അങ്ങനെയുള്ള ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഋഷിക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലേ? പറ്റും. പക്ഷേ എന്നാലും സ്വന്തം കാര്യത്തിന് വേണ്ടി അവരത് ചെയ്യത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമുക്കെല്ലാവർക്കും വലിയൊരു പാഠമാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നു, ദശരഥ മഹാരാജാവ് അദ്ദേഹം ഒറ്റ നിമിഷം കൊണ്ട് എന്നെ ഭസ്മമാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം എങ്ങനെയൊക്കെയോ സ്വയത്തെ നിയന്ത്രിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖം മൊത്തം കണ്ണീര് കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ വന്ന് കുറ്റം ഏറ്റു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ തല പൊട്ടിത്തെറിച്ചേനെ എൻ്റെ ക്രോധത്താൽ. കാരണം സ്വബോധത്തോടു കൂടി ഒരു തപസ്വിയെ കൊല്ലുകയാണെങ്കിൽ ഉടൻ തന്നെ ആ വ്യക്തിക്ക് മരണം സംഭവിക്കും. പക്ഷേ നീ അറിഞ്ഞുകൊണ്ടല്ല ഈ തെറ്റ് ചെയ്തത്, അതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഋഷി പറഞ്ഞു, എൻ്റെ മകൻ കിടക്കുന്ന ആ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഉടൻ തന്നെ ദശരഥ മഹാരാജാവ് ആ അച്ഛനെയും അമ്മയും 2 കൈകളിൽ പൊക്കി സരയൂ നദീ തീരത്ത് കൊണ്ടുപോകാൻ. എന്നിട്ട് ആ കുട്ടി കിടക്കുന്ന കുട്ടിയുടെ ശവം കിടക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഇവരെ ഇരുത്തി. ഒരുപാട് കരഞ്ഞു. ശ്രവണകുമാരൻ എന്നാണ് കുട്ടിയുടെ പേര്. അന്നേരം മകൻ്റെ ദേഹത്തെ മുഴുവൻ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. ഋഷി പറഞ്ഞു, എന്താ മോനെ, നീ ഇന്ന് നമ്മളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത്? നീ എന്താ ഇങ്ങനെ വെറും തറയിൽ കിടക്കുന്നു? നമ്മളോട് പിണങ്ങിയിരിക്കുകയാണോ? എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഇവിടെ നീ കാണുന്നില്ലേ? അമ്മ എന്താണ് നീ ആലിംഗനം ചെയ്യാത്തത്? എൻ്റെ പ്രിയ മകനെ, എന്നോട് സംസാരിക്കൂ. എപ്പോഴാണ് നീ വേദമന്ത്രങ്ങൾ ഉരുവിടുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? ഇനി എങ്ങനെയാണ് നീ നമ്മുടെ വീട്ടിൽ ആശ്രമത്തിൽ ഹോമങ്ങൾ നടക്കുന്നത്? നമ്മളെ മധുര വചനങ്ങൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ആരായിരിക്കും? നീ മാത്രമല്ലേ നമ്മുടെ ഒരു ആശ്രയം. എൻ്റെ പ്രിയ മോനെ, ഞാൻ ഒറ്റയ്ക്ക് നിൻ്റെ അമ്മയുടെ കാര്യം എങ്ങനെ നോക്കാനാണ്? അങ്ങനെ ആ ഋഷി കുറേ നേരം ഇങ്ങനെ കരഞ്ഞിരുന്നു, മകൻ്റെ ആ ശിരസ് കയ്യിൽ പിടിച്ചുകൊണ്ട്. കുറച്ച് നിമിഷവും കൂടെ നമുക്ക് വേണ്ടി കാത്തിരുന്നൂടെ? നീ യമപുരിയിൽ പോകരുത്, ഞാനും നിൻ്റെ കൂട്ടത്തിൽ വരും. എന്നിട്ട് യമരാജനോട് സംസാരിക്കാം. തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞിട്ട് മഹർഷി പറയുകയാണ്, എൻ്റെ മകൻ ഇങ്ങനെ മരിച്ചത് തീർച്ചയായിട്ടും അവൻ ചെയ്ത ഏതോ ഒരു പാപത്താലായിരിക്കും. പക്ഷേ ഈ ഒരു ജന്മത്തിൽ പരിശുദ്ധ ജീവിതമാണ് എൻ്റെ മകൻ നയിച്ചത്. അതുകൊണ്ട് വലിയ വലിയ ബ്രഹ്മഋഷികൾക്ക് തപസ്സിലൂടെ ലഭിക്കുന്ന ശാസ്ത്രങ്ങൾ പഠിച്ചതിലൂടെ വലിയ വലിയ യോദ്ധാക്കൾ യുദ്ധത്തിലൂടെ ഏത് ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്, അവിടെ എൻ്റെ മോൻ എത്തട്ടെ. ദശരഥ മഹാരാജ് പറയുന്നു. അങ്ങനെ ഒരുപാട് നിലവിളിച്ച് കരഞ്ഞിട്ട് ആ അച്ഛനും അമ്മയും ശുദ്ധമായ ജലങ്ങൾ തളിച്ചു, ചില മന്ത്രങ്ങൾ ഉരുവിട്ടു.
ഉടൻ തന്നെ ഞാൻ കണ്ടു ആ മകൻ്റെ സൂക്ഷ്മ ശരീരം പുറത്തു വരുന്നതും ദേവേന്ദ്രനോടൊപ്പം ദേവലോകത്തിൽ പ്രവേശിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ പോകുന്ന സമയത്ത് ആ മകൻ്റെ ആത്മാവ് ആശ്വസിപ്പിച്ചു അച്ഛനും അമ്മയും. എന്നിട്ട് ആത്മാവ് പറഞ്ഞു, ഈ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെയും സേവനത്തിലൂടെയാണ്. എന്നിട്ട് പറഞ്ഞു, അധികം താമസിക്കാതെ അച്ഛനും അമ്മയും സ്വർഗത്തിൽ വരുന്നതായിരിക്കും, അവിടെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് ദേവേന്ദ്രൻ്റെ രഥത്തിൽ ഇരുന്നു കൊണ്ട് മകൻ പോവുകയാണ്. ആ സമയത്ത് ആ ഋഷി എന്നോട് പറഞ്ഞു, ദശരഥ മഹാരാജാവേ, എനിക്ക് ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. പക്ഷെ എന്നാലും ഒരു തപസ്യയെ കൊന്ന പാപം അങ്ങിൽ നിന്ന് മാറുന്നില്ല. ഈ ഒരു പാപം കാരണം അങ്ങ് ചിലപ്പോൾ നരകത്തിൽ പോകേണ്ടി വരും. അതുകൊണ്ട് അങ്ങേക്ക് വിഷമമുണ്ടാകുന്ന ഒരു ശാപം ഞാൻ നൽകുകയാണ് അങ്ങയുടെ നന്മയ്ക്കായിട്ട്. ഒന്ന് ആലോചിച്ചു, എത്രത്തോളം ആത്മനിയന്ത്രണം ഋഷിക്കുണ്ടെന്ന് നോക്കണേ അല്ലേ. ഞാനിപ്പോൾ എങ്ങനെയാണോ എൻ്റെ മകൻ്റെ ദുഃഖത്തിൽ മരിക്കാറായി കിടക്കുന്നത്, അതേപോലെ അങ്ങയുടെ മകൻ്റെ വിരഹത്താൽ അങ്ങ് മരിക്കുന്നതായിരിക്കും. ഇത് പറഞ്ഞിട്ട് ആ മഹർഷി ഒരു മന്ത്രജപത്താൽ ഒരു അഗ്നി ചിത ഒരുക്കി, എന്നിട്ട് മകൻ്റെ ശരീരത്തെ അതിൽ കിടത്തുകയാണ്. എന്നിട്ട് ആ അച്ഛനും അമ്മയും ആ അഗ്നിയിലേക്ക് പ്രവേശിക്കുക. ആ അച്ഛനും അമ്മയും തപസ്വികളായിട്ടുള്ള അച്ഛനും അമ്മയും അവരുടെ ശരീരം തിരിച്ച് നേരെ സ്വർഗത്തിൽ പോവുകയാണ്. ഇത് കണ്ടിട്ട് ഞാൻ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട്. ദശരഥ മഹാരാജ് പറയുകയാണ്, ഇപ്പോൾ ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. ആ ഋഷിയുടെ ശാപവാക്കുകൾ എന്നെ മരണത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് കൗസല്യാദേവി വിളിച്ചു. കണ്ണുകൾ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദേഹം മുഴുവൻ വിറയ്ക്കുകയായിരുന്നു. അദ്ദേഹം കൗസല്യാദേവിയോട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ആ ശാപം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. രാമൻ്റെ വിരഹത്തിൽ ഞാനിനി മരിക്കാൻ പോവുകയാണ്. കൗസല്യ, എൻ്റെ അടുത്ത് വരൂ, കാരണം എനിക്കിപ്പോൾ ആരെയും കാണാൻ കഴിയുന്നില്ല. മരണത്തിൻ്റെ അടുത്തെത്തിയ വ്യക്തികളുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനരഹിതമാകും. കൗസല്യാദേവി അടുത്തിരുന്നുകൊണ്ട് ദശരഥ മഹാരാജാവിനെ ആശ്വസിപ്പിക്കാം. ദശരഥ മഹാരാജാവ് പൂർണ്ണമായിട്ടും രാമൻ്റെ ചിന്തയിൽ മഗ്നനായി. ഒരു അവസാന നിമിഷം, ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും രാമനെ കാണാൻ ദശരഥ മഹാരാജാവ് ആഗ്രഹിച്ചു. ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു ദശരഥ മഹാരാജാവ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും രാമനെ ഒന്ന് തടയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അദ്ദേഹത്തിൻ്റെ ആസനത്തിൽ ഇരുന്നു കൊണ്ട് വിഷമിച്ച് അദ്ദേഹം പറയുകയാണ്, ഈ ഒരു ദുഃഖം എന്നെ കത്തിച്ചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ നല്ല ചൂടുള്ള സമയത്ത് ഭൂമിയിലുള്ള എല്ലാ ജലസ്രോതസ്സുകളെയും വറ്റിച്ച് ഭൂമി ഉണങ്ങി നശിക്കാൻ പോകുന്നത്, അതേപോലെ വരൾച്ച കാരണം ഭൂമി നശിക്കാൻ പോകുന്നത്, അതേപോലെ എൻ്റെ ശരീരം മുഴുവൻ ഈ വിരഹത്താൽ വരൾച്ച ബാധിക്കുകയാണ്. 14 വർഷങ്ങൾക്ക് ശേഷം രാമൻ തിരിച്ചു വരുന്ന കാണാൻ ഭാഗ്യമുള്ളവർ തീർച്ചയായിട്ടും മഹാഭാഗ്യശാലികളാണ്. എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനരഹിതമാകുക, എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റുകയാണ്. എങ്ങനെയാണോ ഒരു വിളക്കിൻ്റെ ഇന്ധനം നഷ്ടപ്പെടുമ്പോൾ, എണ്ണ തീരാറാകുമ്പോൾ തീ അണയാൻ പോകുന്നത്, അതേപോലെ എൻ്റെ ജീവിതം അവസാനിക്കുന്നു. ഞാൻ തന്നെ ഈ ദുഃഖത്തിന് കാരണമാണ്. ഈ ഒരു ദുഃഖം എന്നെ നിസ്സഹായനാക്കുകയാണ്, എൻ്റെ എല്ലാ ബോധത്തെയും നശിപ്പിക്കുകയാണ്. രാമ, എല്ലാ ദുരിതങ്ങളെയും
ദുരിതങ്ങൾക്കും അന്ത്യം കുറിക്കുന്ന ആളല്ലേ അവിടുന്ന്. എൻ്റെ ദുഃഖത്തിന് എന്താണ് ഒരു ശമനം തരാത്തത്? അങ്ങ് എവിടെയാണ്? കൗശല്യ, എൻ്റെ പ്രിയ പത്നി സുമിത്ര, കൈകേയി, എൻ്റെ ജന്മശത്രു, എൻ്റെ കുലത്തിൻ്റെ അന്തകെ. ദശരഥ മഹാരാജാവ് ഇങ്ങനെ ദുഃഖിച്ച് കുറേ നേരം ഇങ്ങനെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശാന്തനായി. മനസ്സ് പൂർണ്ണമായിട്ട് രാമനിൽ തന്നെയായി. ആ അസഹനീയമായിട്ടുള്ള ദുഃഖത്തിൽ ദശരഥ മഹാരാജാവ് ശരീരം വെടിയുകയാണ് രാത്രിയിൽ. അങ്ങനെ ഭഗവാന്റെ നിത്യധാമമായ അയോധ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹരേ കൃഷ്ണ. ദശരഥ മഹാരാജ് കി ജയ്. ഇനി നമുക്ക് മംഗളം പാടി ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കാം. നാളെ ഇന്ന് വൈകുന്നേരത്തെ 7 മണിക്ക് ഇനി ഭരതസ്വാമി വരുന്ന രംഗമാണ്. അത് വല്ലാത്തൊരു രംഗമാണ്. അത് നമുക്ക് നോക്കാം കേട്ടോ. ट्रैवल बुकिंग बनाओ आसान। ഈ ഒരു പാട്ട് കേൾക്കണേ. നാരായണായ നമോ നമഃ വാസുദേവായ നമോ നമഃ നാരായണായ നമോ നമഃ വാസുദേവായ നമോ നമഃ നാരായണായ നമോ നമഃ वासुदेवाय नमो नमः। आज तुमने दिए दर्शन अपने प्रिय, हर पल हर दिशा तुम बसे। अपनी सुध बुध में हारा मेरा बस तू ही सहारा, तुझसे तुझको है चाहत लिया। बादलों में गोते लगाऊं, सागर में उड़ता जाऊं, खुद को मैं रोक न पाऊं, थाम लो जरा।
നല്ലതല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ നമോ. When Radha closed her eyes so tight, the world dissolved in soft twilight. ഓ, ഇംഗ്ലീഷിലാണ്. ഞാൻ വിചാരിച്ചു സംസ്കൃത ഇതായിരിക്കും വിചാരിച്ചു. കുഴപ്പമില്ല. ഇതിൻ്റെ മലയാളം കേൾക്കാൻ നല്ല രസമാണ്. ഇതിപ്പോൾ ഹിന്ദിയാണ് നമ്മൾ കേട്ടത്. അത് കിട്ടി കേട്ടോ. മലയാളത്തിലൊന്ന് കേൾക്കണം കേട്ടോ. മലയാളത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അത് കേൾക്കാം. നാരായണായ നമോ നമഃ വാസുദേവായ നമോ നമഃ നാരായണായ നമോ നമഃ വാസുദേവായ നമോ നമഃ നാരായണായ നമോ നമഃ വാസുദേവായ നമോ നമഃ ദർശനം തന്നു നീ ജീവിതം ധന്യമായി എന്നുമെൻ കൂടെ വേണം തണലായി നീ. എൻ മനം മായപ്പോൾ ഒഴുകിടും നേരമിന്ന് എന്നിൽ വന്നലിഞ്ഞിടാമോ ദേവാ. വാനിലൊരു മേഘമായി സാഗരം മീതെ ഞാൻ പാറുവേ ദൂരമെന്നും താണ്ടിടേണം ദേവാ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ഓം ഗോവിന്ദ മാധവ ജയ ജയ എൻ പ്രാണനാം ജഗദീശ്വര. നിന്നാമം ചൊല്ലും നേരമെന്നിൽ ഒളിയായി വന്നു നീ. എൻ ചുവടുകളിടരും നേരമെന്നും നിന്നെ തേടി ഞാൻ. ഭഗവതേ വാസുദേവായ നമഃ.
കൊള്ളാല്ലേ? മലയാളത്തിലൊരു പ്രത്യേകത, എൻ്റെ ചുവടുകൾ ഇടറുമ്പോൾ ഞാൻ അങ്ങേ തേടും. ഞാൻ അങ്ങേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത്. ഭഗവാനെ കണ്ടതിന് ശേഷം പ്രഹ്ലാദൻ വരുമ്പോഴുള്ള പാട്ടാണ്. അതേപോലെ അസുര കുട്ടികൾ ചോദിക്കത്തില്ലേ, ആരാണ് ഇതിൻ്റെ അർത്ഥം എന്താ, ഓം ഭഗവതി വാസുദേവയുടെ അർത്ഥം എന്താണ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രകാശത്തിലും എന്തോ കുളിർമയുള്ള കാറ്റിലും എല്ലാത്തിലും ഹരിയുണ്ട്. ആ ഹരി ആരാണെന്ന് ഇങ്ങനെ വർണ്ണിക്കുന്ന അതും മനോഹരമാണ് അല്ലേ? എല്ലാ ജീവജാലങ്ങളിലും ആ ഒരു ഹരിയുടെ കാരുണ്യം നമുക്ക് കാണാൻ പറ്റുന്നു. ഓർമ്മയില്ല എല്ലാവർക്കും? ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ ഒരു മംഗളം പാടി നമുക്ക് ഇന്നത്തെ സത്സംഗം നിർത്താം. ഓം നമോ ഭഗവതേ വാസുദേവായ. മംഗളം കൗശലേന്ദ്രായ മഹനീയ ഗുണാപ്തയേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം. വേദവേദാന്തവേദ്യായ മേഘശ്യാമലമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. വിശ്വമിത്രാന്തരാംഗായ മിഥിലാനഗരീപതേ ഭാഗ്യാനാം പരിഭാഗായ ഭവ്യരൂപായ മംഗളം. പിതൃഭക്തായ സതതം ഭ്രാതൃഭീ സഹ സീതയാ നന്ദിതാഖിലലോകായ രാമഭദ്രായ മംഗളം. ത്രിത്യാസകേതവാസായ ചിത്രകൂടവിഹാരിണേ സേവ്യായ സർവയമിനാം ധീരോദായ മംഗളം. സൗമിത്രിണാം ച ജാനക്യാ ചാപബാണാസിധാരിണേ സംസേവ്യായ സദാ ഭക്ത്യാ സ്വാമിനേ മമ മംഗളം. ദണ്ഡകാരണ്യവാസായ ഖരദൂഷണശത്രവേ ഗൃധ്രരാജായ ഭക്തായ മുക്തിദായാസ്തു മംഗളം. സാദരം ഫലമൂലാഭിലാഷിനേ സൗലഭ്യപരിപൂർണായ സത്വോദ്രിക്തായ മംഗളം. ഹനുമത്സമവേതായ ഹരീഷാഭീഷ്ടദായിനേ ബാലിപ്രമഥനായാസ്തു മഹാധീരായ മംഗളം. ശ്രീമതേ രഘുവീരായ സേതുലംഘിതസിന്ധവേ ജിതരാക്ഷസരാജായ രണധീരായ മംഗളം. വിഭീഷണകൃതേ പ്രീത്യാ ലങ്കാഭീഷ്ടപ്രദായിനേ സർവലോകശരണ്യായ ശ്രീരാഘവായ മംഗളം. അസാധ്യനഗരീം ദിവ്യാഭിഷിക്തായ സീതയാ രാജാതിരാജായ രാമഭദ്രായ മംഗളം. ബ്രഹ്മാദിദേവസേവ്യായ ബ്രഹ്മണ്യായ മഹാത്മനെ ജാനകീ പ്രാണനാഥായ രഘുനാഥായ മംഗളം. ശ്രീസൗമ്യജാമാമൃതമുനെ കൃപയാസ്മാനുപേയുഷേ മഹതേ മമ നാഥായ രഘുനാഥായ മംഗളം. മംഗളാശാസനപരേർമദാചാര്യപുരോഗമേ സർവേശ്ച പൂർവൈരാചാര്യ സത്കൃതായാസ്തു മംഗളം. രമ്യജാമാമൃതമുനിനാ മംഗളാശാസനം കൃതം ത്രിലോക്യാധിപതി ശ്രീമാൻ കരോതു മംഗളം സദാ. ഇതി ശ്രീവരവരമുനി സ്വാമികൃത ശ്രീരാമ മംഗളാശാസനം സമ്പൂർണ്ണം. ഇനി നമുക്കിന്ന് വൈകിട്ട് 7 മണിക്ക് കാണാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ ശ്രീറാം.